ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ ബീനയാണേ. അപ്പം നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മുടെ ഗോപിനാഥ് മുതുകാട് സാറിനെ കുറിച്ചുള്ള കുറച്ച് ന്യൂസുകൾ ഇങ്ങനെ കേൾക്കുവാണല്ലേ. അപ്പോൾ എനിക്കും ഫസ്റ്റ് ആ ന്യൂസ് കണ്ടപ്പോഴത്തേക്ക് എനിക്കും നല്ല ദേഷ്യം വന്നു. ഇവർ വെറുതെ പറയുവാണ് മുതുകാട് സാറിനെ കുറിച്ച്, അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല, നല്ല വ്യക്തിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോ ഒന്നും ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. പിന്നെ ഒരു 2-3 വീഡിയോ ഒക്കെ ഇങ്ങനെ സ്ഥിരം കണ്ടപ്പോഴാണ് ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് നോക്കിയത്. പിന്നെ അതെനിക്ക് കള്ളത്തരമല്ല എന്ന് തോന്നിയപ്പോഴത്തേക്ക് പിന്നെ വരുന്ന വീഡിയോസൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടതുമൊക്കെ. അപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്ന ആ കുട്ടികളുടെ അമ്മമാർ പറയുന്ന കാര്യങ്ങൾ, പിന്നെ ഷിഗാബ് എന്ന് പറഞ്ഞിട്ടൊരു സഹോദരൻ പറയുന്ന വീഡിയോ, അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ശരിക്ക് അത് ജെന്യൂൻ ആയിട്ടുള്ള ഒന്നാണ്. അത് കള്ളത്തരമൊന്നുമില്ല. അവർക്ക് അദ്ദേഹത്തിനെ കുറിച്ച് കള്ളത്തരം പറഞ്ഞിട്ട് അവർക്ക് വേറൊന്നും നേടാനുമില്ല. അപ്പോൾ എന്താ പറയുക, ആട്ടിൻ തോലിട്ട ചെന്നായിയാണോ അദ്ദേഹം? നമുക്ക് ചുറ്റും ഒത്തിരി ആൾക്കാർ ഇതുപോലെ ഉണ്ടല്ലേ, ആട്ടിൻ തോലിട്ട ചെന്നായിക്ക്. നമുക്ക് പെട്ടെന്നൊന്നും ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ കഴിയില്ല. നല്ല വാക്ചാതുര്യവും ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കഴിവുകളും അഭിനയിക്കുന്ന കഴിവുകളും ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കളത്തരങ്ങൾ നമ്മൾ അറിയുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ 1-2 ആൾക്കാർ പറഞ്ഞാലൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, നമ്മളെ എതിർത്ത് പറയത്തേ ഉള്ളൂ. അപ്പോൾ എനിക്കും അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 5-6 വീഡിയോ കണ്ട ശേഷമാണ് എനിക്കത് ബോധ്യമായത്. അപ്പോൾ ഇതുപോലെ മുമ്പ് ഒരു 10-15 വർഷത്തിന് മുമ്പ് ഒരു അനാഥാലയത്തെ കുറിച്ച് എനിക്ക് അറിയാമോ. അനാഥാലയം നടത്തിയിരുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ ചർച്ചിലൊക്കെ വന്നിട്ട് ആ അനാഥാലയത്തെ കുറിച്ച് സംസാരിക്കും, അവിടുത്തെ കുഞ്ഞുങ്ങളെയൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ഭയങ്കര തേനൊലിപ്പിക്കുന്ന ഭയങ്കര രീതിയിലാണ്, ഇങ്ങനെ 100 നാവാണ് അവരെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക്. അവരുടെ സ്വന്തം മക്കളെക്കാളും അവർ സ്നേഹിച്ച് പിന്നെ ഫുഡ് കൊടുത്ത് വളർത്തുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര ഇതാണ്. അങ്ങനെ ഡൊണേഷനൊക്കെ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ ചർച്ചയിൽ നിന്നൊക്കെ അങ്ങനെ പിരിവെടുത്ത് പൈസ കൊടുക്കും. ഒത്തിരി വിദേശത്ത് നിന്നും അങ്ങനെയൊക്കെ ഒത്തിരി പണം അങ്ങേർക്ക് ഈ കുട്ടികളുടെ പേരിൽ വന്നു. പക്ഷേ അതും ഇതുപോലൊരു കള്ള നാണയമായിരുന്നു. പൊയ്മുഖങ്ങളെന്ന് പറയാം അല്ലേ. അതും ഇങ്ങേര് ഒത്തിരി ഇങ്ങനെ റബ്ബർ എസ്റ്റേറ്റ് ഇങ്ങനെയൊക്കെ ഒത്തിരി ഇങ്ങനെ സ്ഥലങ്ങൾ അതിൻ്റെ ആ പരിസരത്ത് തന്നെ, ആ അനാഥാലയത്തിൻ്റെ പരിസരത്ത് തന്നെ വാങ്ങിച്ചിട്ടിട്ട് അവിടെ അദ്ദേഹം ചെയ്തിരുന്നത് അവിടെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട്, ആ അനാഥരായ കുഞ്ഞുങ്ങളെ കൊണ്ട് പിന്നെ ഇങ്ങയുടെ ആ റബ്ബർ അവിടെ എല്ലാം ഈ വസ്തുക്കളിലെല്ലാം ജോലി ചെയ്യിപ്പിക്കുക. അതായത് പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ച് ജോലി ചെയ്യിപ്പിച്ചാൽ കാശ് കൊടുക്കണ്ടേ. അപ്പോൾ വലിയ ആളുകൾ ചെയ്യേണ്ട ജോലികൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അതികഠിനമായി ജോലി ചെയ്യിപ്പിക്കുക. അപ്പം ഞങ്ങളൊരു ഒരാവശ്യമായിട്ട് മുമ്പ് ഞാൻ നടന്നുകൊണ്ടിരുന്ന സമയത്താണ്, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പേ പിന്നെ ഒരിക്കൽ ഞാൻ അവിടെ പോയിരുന്നു. പിന്നെ ഞങ്ങളൊരു കുറച്ച് നേരമായിട്ട് ഒരു പ്രാർത്ഥനയായിട്ട് പോയിരുന്നു. അപ്പോഴത്തേക്കും അവരറിഞ്ഞില്ല നമ്മളവിടെ പോകുന്നത്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പോയതാണ് അറിയിക്കാതെ. അപ്പോൾ കണ്ട കാഴ്ച ഞാൻ നേരിട്ട് കണ്ടതാണ്. ഈ വിളകളിൽ കുട്ടികളെ കൊണ്ട് വലിയ മൺവെട്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അന്ന് എനിക്കെന്തോ ഒരു മനസ്സിൽ, അതിന് മുന്നേക്ക് അദ്ദേഹമൊക്കെ ഇങ്ങനെ ചർച്ചിൽ വന്ന് ഇങ്ങനെ ഭയങ്കര ഘോരം പ്രസംഗിക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെക്കാളും ഭയങ്കര ഇതിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അദ്ദേഹത്തെ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ടല്ലേ, പിന്നെ എന്താ പറയുക, പിന്നെ ഒരു നമ്മളെ മനസ്സിൽ വിരലിലെണ്ണാവുന്ന കുറച്ച് നല്ല മനുഷ്യർ ഉണ്ടാവും അല്ലേ, മനുഷ്യത്വമുള്ള ഒരു ദൈവിക പ്രതിരൂപം എന്നുള്ള ആ രീതിയിൽ കുറച്ച് പേര് നമ്മളെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിൽ ഉൾപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ ഞാൻ അത് ആ രംഗം നേരിട്ട് കണ്ടപ്പോൾ എന്തോ എനിക്കൊരു മനസ്സിലൊരു സംശയം തോന്നിയിരുന്നെങ്കിലും നമുക്ക് അപ്പോഴവിടെ ഒന്നും ആരുടെ ഒന്നും പറയാനുള്ള വോയിസ് ഇല്ല. അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ഈ ഷിഗാബ് സഹോദരൻ പറഞ്ഞതുപോലെ 5 വർഷത്തിന് മുമ്പേ ഉള്ള അദ്ദേഹത്തിന് അനുഭവമാണ്. പക്ഷേ അദ്ദേഹത്തിന് അപ്പോഴൊന്നും ഒന്നും പറയാൻ പറ്റില്ല പുറത്ത്. പിന്നെ അപ്പോൾ അത് ഇപ്പോഴും ഇങ്ങനെ കുറച്ച് പേരിങ്ങനെ ഇത് പുറത്ത് വിട്ടപ്പോഴാണ് ഇദ്ദേഹത്തിനും കൂടെ പറയാനുള്ള ഒരു വോയിസ് വന്നത്. അല്ലെങ്കിൽ ആരും വിശ്വസിക്കത്തില്ല അങ്ങനെ ഒരു ഇത്. അപ്പോൾ പക്ഷേ കുറച്ച് വർഷത്തിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അവിടെ നിന്ന് ചില കുഞ്ഞുങ്ങൾ അവിടുത്തെ ആ ഒരു പീഡനവും അതികഠിനമായി ജോലി ചെയ്യിപ്പിക്കലും കൊണ്ട് തീരെ സഹിക്കാൻ പറ്റാതെ ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി ഓടി. അങ്ങനെ നാട്ടുകാർ ഇടപെട്ടു, പിന്നെ പോലീസ് ഇടപെട്ടു. അങ്ങനെ ആ സ്ഥാപനം പൂട്ടിച്ചു എന്ന് പിന്നീട് എനിക്ക് അറിയാൻ സാധിച്ചു.
അപ്പം ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് നമ്മുടെ ചുറ്റുപാടും ഇതുപോലെയുള്ള നമ്മൾ ഒത്തിരി ഇങ്ങനെ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ പിന്നെ 100% നല്ല മനുഷ്യരെന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അപ്പം അതിൽ എല്ലാവരും നല്ലതല്ല അല്ലേ? അപ്പോൾ എനിക്കും ഈ മുതുകാട് സാറിനെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞപ്പോഴത്തേക്ക് അല്ല എനിക്കൊരിക്കലും ഇങ്ങനെ വിശ്വസിക്കാനേ തോന്നിയില്ല. അപ്പോൾ അമ്മമാരുടെ ആ ഒരു വിഷമത്തോടെയുള്ള അനുഭവങ്ങൾ വിഷമത്തോടെ പറഞ്ഞത് കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഒത്തിരി വിഷമത്തോടെ അവിടെയുള്ള അനുഭവങ്ങൾ. പക്ഷേ ഒരു 5 വർഷത്തിന് മുന്നേ അവിടെ വെറും 5 കുട്ടികളായിരുന്നപ്പോഴത്തേക്ക് ഈ മുതുകാട് സാറിൻ്റെ സ്ഥാപനത്തിൽ 5 കുട്ടികളുള്ളപ്പോഴത്തേക്ക് ഗസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് 20-25 കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഈ ഗസ്റ്റുകളുടെ മുമ്പേ പ്രദർശിപ്പിക്കും കാശിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു 300 കുട്ടികളായിട്ടുണ്ട്. പക്ഷെ കോടികളാണ് അവിടെ വരുന്നത്. കോടികൾ വരുന്നുണ്ടെങ്കിലും നല്ല കാശും ഈ ഡൊണേഷനൊക്കെ അവരുടെ രക്ഷിതാക്കൾ കൊടുക്കുന്ന നല്ല പണക്കാരായിട്ടുള്ളവരുടെ മക്കളെ മാത്രം കൂടുതലായിട്ട് പഠിപ്പിച്ച് അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യിപ്പിക്കുക. പിന്നെ ചില കുട്ടികൾക്ക് ഈ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഫുഡ് സമയത്തിന് കൊടുക്കാതെ, ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുക, ഗസ്റ്റുകളുടെ മുമ്പ് ഈ പ്രോഗ്രാമുകൾ ചെയ്യിക്കുക. പിന്നെ അല്ലാണ്ട് പാവപ്പെട്ടവരായിട്ടുള്ള മക്കൾ വരികയാണ്, അവരെ നേരവണ്ണം പഠിപ്പിക്കാതിരിക്കുക, 4-5 മാസമായാലും അവർക്ക് പഠിപ്പിക്കാതിരിക്കുക. പിന്നെ ഈ ഭിന്നശേഷിക്കാരായ മക്കളിൽ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയല്ല, ഐക്യു വ്യത്യാസമുണ്ട്. അപ്പോൾ ഐക്യു വ്യത്യാസമുള്ളതിൽ ചില കുട്ടികൾ ഉപദ്രവകാരികളായിരിക്കും. പക്ഷേ എല്ലാ ടൈപ്പിലുള്ള കുട്ടികളെയും ഒരു ചെറിയ റൂമിൻ്റെ അകത്ത് ആക്കുക. അപ്പോൾ അവർ അങ്ങനെ ഈ ഉപദ്രവകാരിയായിട്ടുള്ള അങ്ങനെയുള്ള ഒരു മൈൻഡുള്ള കുഞ്ഞുങ്ങൾ മറ്റു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക, തള്ളിയിടുക. അപ്പോൾ അത് ആരും പോയി അവിടെ ഉള്ള സ്റ്റാഫുകൾ ആരും പോയി അവരെ ഹെൽപ്പ് ചെയ്യാതെ തനിയെ എണീക്കേണ്ടി വരിക, അവിടെ നിന്ന് കരയുക. അങ്ങനെയൊക്കെയുള്ള പല അനുഭവങ്ങളും കണ്ടിട്ടുള്ള രക്ഷകർത്താക്കൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എത്ര അല്ലേ, ഇത്രയും കോടിക്കണക്കിന് രൂപ വന്നിട്ട് വെറും 300 കുട്ടികളെ പോലും അദ്ദേഹത്തിന് അവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാതിരിക്കുക. പക്ഷേ ഈ 300 കുട്ടികളെ വച്ചിട്ട് പണം തട്ടിയെടുക്കുക ആൾക്കാരെന്ന് അല്ലേ? അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഈ ഭിന്നശേഷിക്കാരായ ആ സ്ഥാപനത്തിലെ കുഞ്ഞുങ്ങളുടെ അമ്മമാര് അവിടുത്തെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ മുതുകാട് സാറിനോട് പോയി പറയുമ്പോഴത്തേക്ക് എൻ്റെ മകനോ ഞങ്ങളുടെ കുടുംബത്തിനോ ഒന്നും ഇങ്ങനെയൊരു അസുഖമില്ല, ഇങ്ങനെയൊരു ഭിന്നശേഷി പ്രോബ്ലം ഇല്ല, ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വെറും ഔദാര്യം മാത്രമാണ് എന്നാണ് ഇവരോട് തിരിച്ച് ഈ രക്ഷകർത്താക്കളോട് പറയുന്നത്. എത്രത്തോളം മനസ്സിന് എത്രത്തോളം, കാരണം അവര് ജന്മനാല് ഉണ്ടായ അവരുടെ മക്കൾക്കുണ്ടായ ഒരു കാര്യത്തിൽ മറ്റൊരാള് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവരുടെ ഔദാര്യത്തിന് വേണ്ടിയിട്ട് പോയി നിൽക്കുമ്പോഴത്തേക്കുള്ള മാനസിക ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് മനസ്സിലാകണം. പിന്നെ മുമ്പൊക്കെ ഞാൻ ഈ ഓൺലൈൻ വഴി ചെറിയ രീതിയിൽ കച്ചവടമൊക്കെ ഒരു 4-5 വർഷത്തിന് മുമ്പൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ കുറേ ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോണിലൊക്കെ വിളിച്ച്, ഓൺലൈൻ വഴിയാണല്ലോ. അപ്പോൾ ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കൂടുതൽ ആണുങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, കൂടുതൽ ലേഡീസാണ് പറഞ്ഞിട്ടുള്ളത്, ആണുങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് എനിക്ക് ഈ സാധനത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ല, പിന്നെ നിങ്ങളിങ്ങനെ അല്ലേ, അതുകൊണ്ട് ഒരു ഔദാര്യമായിട്ട് വാങ്ങിക്കുന്നേ ഉള്ളൂ എന്ന രീതിക്ക്. അപ്പം ശരിക്കും വിഷമം തോന്നുന്നു. കാരണം നമ്മുടെ പ്രോഡക്റ്റ് പിന്നെ ലോണൊക്കെ എടുത്ത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങി വയ്ക്കുന്നത്, അപ്പം നമ്മളോട്ടുള്ള വെറും ഔദാര്യം കൊണ്ട് വാങ്ങുകയാണെന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും വിഷമം തോന്നിയിട്ടുണ്ട്, ശരിക്കും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് ആ സമയത്ത് തോന്നിയ ഒരു മനസ്സിന് എത്രത്തോളം വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഈ 300 കുട്ടികളെ വെച്ച് ഇത്രയും കോടിക്കണക്കിന് അദ്ദേഹം ഉണ്ടാക്കിയിട്ടും ഒരു നേരത്തെ ഭക്ഷണമാണ് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഉച്ചയ്ക്ക്, അതായത് പകല് മാത്രം. അതല്ലാണ്ട് അവർക്കൊരു താമസ സൗകര്യം ഒന്നുമില്ല. രക്ഷകർത്താക്കളിൽ അമ്മയോ അച്ഛനോ ആരെങ്കിലും പുറത്തൊരു വീട്, അതും ഇവരൊന്നും ഒന്ന് ഹെൽപ്പ് ചെയ്യില്ല, അവർ തന്നെ വീടൊക്കെ കണ്ടുപിടിച്ച് അതിൽ ഒരു കുട്ടിയുടെ അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്റ്റാഫ് കാരണം ദൂരെയൊക്കെയുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഈ സ്ഥാപനത്തിലേക്ക് കുഞ്ഞുങ്ങളെ ചേർക്കാൻ വരുന്നത്, അപ്പോൾ ആ പരിസരത്തെ കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ആ പരിസരത്ത് ഒരു വീട് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ അവിടെ ആ സ്ഥലത്തുള്ളവരുടെ ഹെൽപ്പ് വേണം. അപ്പോൾ ആ സ്ഥാപനത്തിൽ, ഈ മുതുകാട് സാറിൻ്റെ സ്ഥാപനത്തിൽ സ്റ്റാഫ് കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, പൈസ വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവർ പറഞ്ഞ ഒരു വീഡിയോ കണ്ടായിരുന്നു. അവിടെ വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്തതിന് വരെ.
അപ്പോൾ ഈ കുഞ്ഞുങ്ങളുമായിട്ട് വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കേണ്ട, രാത്രി ഇവർക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇത്രയും ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഈ കോടിക്കണക്കിന് രൂപ ഈ സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നത്, സാധാരണ ജനങ്ങളും ഒക്കെ അല്ലേ. അപ്പോൾ എന്നിട്ട് പോലും ആ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും വളരെ തുച്ഛമായിട്ടുള്ള കാര്യങ്ങളാണ്, കുറച്ച് ഒന്ന് സംഗീതം പഠിപ്പിക്കുക, കുറച്ച് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അവിടെ കാട്ടിക്കൂട്ടുന്നു. അത് ഗസ്റ്റ് വരുമ്പോൾ അവരെ കാണിച്ച് പൈസകൾ തട്ടുന്നു. അപ്പോൾ ഇത്തരം കള്ള നാണയങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ കൊടുക്കാതിരിക്കുക, നന്നായിട്ട് വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് ആളുകൾ പൈസ ചിലവാക്കുക. നമ്മുടെ നാട്ടിൽ ഈ മുതുകാട് സാർ സ്ഥാപനം തുടങ്ങുന്നതിന് മുന്നേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഇത്തരം സ്ഥാപനങ്ങൾ നമ്മൾ ഇവിടെ കേരളത്തിലുണ്ട്, ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. എനിക്കറിയാവുന്നതിന് ഇവിടെ നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു സ്ഥാപനമുണ്ട്. അവർ ഇങ്ങനെ അവിടെയുള്ള സ്റ്റാഫൊക്കെ വീട് തോറും കയറി ഇറങ്ങി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് കാശ് കളക്ട് ചെയ്തൊക്കെയാണ് അവിടെ കൊണ്ട് പോയി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനം. അങ്ങനെ അത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അവിടെ ഉള്ളത്, വീടുകളിൽ നോക്കാൻ പറ്റാത്തവർ അവിടെ കൊണ്ട് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അതൊന്നും മീഡിയ അറ്റൻഷൻ കിട്ടുന്നില്ല. ഇദ്ദേഹം ഈ കോടിക്കണക്കിന് രൂപ വിദേശത്തു നിന്നൊക്കെ വരാൻ വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യുക, മീഡിയ നല്ല വില കൂടിയ ക്യാമറകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാം ഷൂട്ട് ചെയ്ത് പിന്നെ ചാനലിലൊക്കെ ഇട്ട് അല്ലേ, പിന്നെ മോട്ടിവേറ്റ് അഭിനയിച്ച് അദ്ദേഹം ഞാൻ എൻ്റെ ജോലിയൊക്കെ ഉപേക്ഷിച്ചു എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയതെന്ന്. എന്ത് ജോലി ഉപേക്ഷിച്ചു? അദ്ദേഹം പിന്നെ മാജിക് ആയിരുന്നു. അപ്പം മാജിക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അത്രത്തോളം വിറ്റഴിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് മറ്റൊരു മേഖലയിലോട്ട് കടന്നു. ഇതിനേക്കാളും കോടികൾ കിട്ടുന്ന, പിന്നെ അദ്ദേഹം മോട്ടിവേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലത്ത് നിന്ന് ലക്ഷങ്ങൾ തന്നെയാണ് വാങ്ങിക്കുന്നത്, ഫ്രീ ആയിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ഈ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളും പിന്നെ എന്നെ പോലെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ ഉണ്ടാകുന്ന അംഗപരിമിതരായിട്ടുള്ള നമ്മളെയൊക്കെ സമൂഹത്തിന് പലപ്പോഴും ഒരു പരിഹാസ കഥാപാത്രങ്ങളാണ് അല്ലേ. ഗവൺമെൻറ് പോലും വേണ്ടത്ര കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല സത്യത്തിൽ അത്രത്തോളം. അപ്പോൾ ദയവ് ചെയ്ത് ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് നല്ലൊരു അന്വേഷണം വയ്ക്കുക. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ബഡ് സ്കൂളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല കാര്യമാണ്, ഇത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അപ്പോൾ അതും കൃത്യമായിട്ട് അവിടെയൊക്കെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുക കൂടുതൽ കാര്യങ്ങൾ. കാരണം ഇത്തരം കുട്ടികളുള്ള വീടുകളിൽ രക്ഷകർത്താക്കളും സഹോദരങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. വലിയ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അവരെ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാനും ചികിത്സിക്കാനും പിന്നെ അവരെ നിത്യ ജീവിതത്തിൽ കുളിപ്പിക്കൽ അങ്ങനെയൊക്കെയുള്ള രീതി. കാരണം പിന്നെ രക്ഷകർത്താക്കളൊക്കെ വയസ്സാകുമ്പോഴത്തേക്ക് പിന്നെ സഹോദരങ്ങളായിരിക്കും നോക്കേണ്ടത്. ഒരു സഹോദരി വന്നിട്ട വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അവർക്ക് 2 സഹോദരങ്ങൾ ഇങ്ങനെ ഭിന്നശേഷിയായിരുന്നു, അതിലൊരു സഹോദരൻ മരിച്ചുപോയി. അപ്പോൾ മറ്റ് സഹോദരൻ ഇപ്പം നല്ല മുതിർന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഈ സഹോദരിയാണ് നോക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളും അവരുടെ ലൈഫിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്ന പല കല്യാണം, ജോലി, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളൊന്നും നോക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ലൈഫ് മൊത്തത്തിൽ ഇതായിപ്പോയി, സാക്രിഫൈസ് ആ ഒരു ഇതായിട്ടാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് തലത്തിലും അത് കൂടുതൽ പിന്നെ കാര്യങ്ങൾ ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക അല്ല. ഇപ്പോൾ സമൂഹത്തിലും കുറച്ച് പേരൊക്കെയാണ് മനുഷ്യത്വപരമായിട്ട് പെരുമാറുന്ന, അവർക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് പൈസ മുടക്കുന്ന. പക്ഷെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ കുറേ പേര് ഒരു പുച്ഛത്തോടെയും പിന്നെ പറയും അവരുടെ പിന്നെ മാതാപിതാക്കളൊക്കെ ചെയ്തതിൻ്റെ
കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ചിലർ ഇടയ്ക്ക് വെച്ചിട്ട് അപകടത്തിലൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്ന വയ്യ ആയി വരുന്ന അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ വരുത്തിയൊക്കെ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്നെക്കുറിച്ചൊക്കെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരണമെങ്കിൽ എൻ്റെ നാട്ടിലൊക്കെ എന്തോരം ആൾക്കാർക്ക് പലരുടെയും കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് പല കാര്യങ്ങളും അറിയാവുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ എന്തോരം ഇതിനേക്കാളും വലിയ സംഭവങ്ങൾ വരേണ്ടതാണ് എന്നല്ല. അത് ഓരോ എന്താ പറയുക, ഓരോ വിധി അല്ലേ, എന്താ പറയുക. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള അവരെ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നോക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ഈ ശാരീരിക പരിമിതിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ കൂടുതൽ അവർ എന്ന് പറഞ്ഞാൽ ആ ഒരു താഴെ ലെവലിൽ തന്നെ കിടക്കണം. എന്തെങ്കിലും മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വിചാരിക്കുന്ന കുറേ എണ്ണമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വല്ലവരും വല്ലതും തരണതും എന്നിട്ട് വല്ല മൂലയിൽ ഇരുന്നോണ്ട എന്ന് പറയുന്ന ഓരോരുത്തരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൽ പോലും ഒരു അസൂയ കാണുന്ന ആൾക്കാരാണ് ഉള്ളത്. ഇപ്പം കാലിനും കൈക്കും പ്രശ്നമുള്ളവർ, അല്ലെങ്കിൽ ബുദ്ധി വകൽ ഇങ്ങനെയുള്ളവരെല്ലാവരും മൂലയിൽ ഇരുന്നോണം. എന്തെങ്കിലും മുന്നോട്ട് കണ്ടില്ലേ, അവരുടെ ഇത്രയും മേലായിട്ടും അവരുടെ അഹങ്കാരവും ഇതൊക്കെ കണ്ടില്ലേ. പിന്നെ മറ്റുള്ളവരെ പോലെ ഇതെല്ലാം ചെയ്യണം, ഇങ്ങനെയല്ലേ കിടക്കണത് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ നമ്മളെപ്പോലുള്ള ഭിന്നശേഷിക്കാരായ ബുദ്ധി വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, അപ്പോൾ എന്നെപ്പോലെ നടക്കാൻ പറ്റാത്തവർ, അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന കുറേ പ്രിയപ്പെട്ടവരുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ സന്മനസ്സുള്ള കുറച്ച് പ്രിയപ്പെട്ടവരുണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ മുതുകാടിനെയൊക്കെ പോലെയുള്ള ഇത്തരം കള്ളനാണയങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കാതെ നേരിട്ട് ജെന്യൂനായിട്ട് അന്വേഷിച്ച് നേരിട്ട് ഫാമിലിയെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, കൂടെയുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു.